guys, welcome back to my channel. So, ഇന്നൊരു പുതിയ ദിവസം, പുതിയ വർഷം. Everything is new and it's a fresh start. It's like New Year ആയിട്ട് ഇത്രയും നല്ലൊരു ക്ലൈമറ്റ്. Just look at the sun. പുറത്ത് തണുപ്പുണ്ടോയെന്ന് അറിയില്ല നമുക്ക്, but sun is bright. Sun is too bright and that's what I like. അപ്പോൾ ഞാൻ രണ്ടുപേരൊക്കെ ലീവാണ്. സോ വി വെൻ ടു ടൊറോണ്ടോ യെസ്റ്റർഡേ, ഹാഡ് ഫൺ. തിരിച്ച് വന്ന് നോങ്ങാത്തെങ്ങി ഒക്കെ ഉണ്ട്. ലീവ് ആയതുകൊണ്ട് തന്നെ വി മൈറ്റ് ബി ഗോയിങ് സംവെയർ ലൈക്ക്. അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടാവുക, ഐ വിൽ ഷോ യു ഹൗ മൈ ന്യൂ ഇയർ ഗോസ്. വി ഹാവ് ലൈക്ക് കുറച്ച് സാധനങ്ങൾ ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സെലിബ്രേറ്റ് ന്യൂ ഇയർ. ഒരു സ്ലോ മോർണിംഗ് വിത്ത് കോഫിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫീലിംഗ് ബ്ലെസ്ഡ് ആൻഡ് ട്രൂലി ഹാപ്പി. ലാസ്റ്റ് ഇയർ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു, ബട്ട് ദിസ് ടൈം എവ്രി വൺ ഇസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. എല്ലാം മാറിയാലും ഗ്രാറ്റിറ്റ്യൂഡ് സെയിം ആണ്. ആൻഡ് ഹിയേഴ്സ് ടു ദ ന്യൂ ബിഗിനിങ്. നമ്മൾ ഇനി റെഡി ആയിട്ട് ആദ്യം അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ടൊക്കെ വരാം. ഓക്കേ, നമ്മൾ സെറ്റ് റെഡി ആയിട്ട് ഇനി ഗുരുവായൂർ അമ്പലത്തേക്ക് പോകാനുള്ള പറഞ്ഞിട്ടാണ്. അമ്പലത്തിൽ പോകേണ്ട വേഷമാണിത്. ഫുൾ സെറ്റായിട്ട് ഹീറ്ററുണ്ട്. അത് പോയി അവിടെ വേല ഹീറ്ററുണ്ട്. ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ പോകേണ്ട വേഷം കണ്ടില്ലേ? നിങ്ങൾക്കറിയോ ഇവിടെ നമ്മുടെ കാനഡയിലും SBI ബാങ്ക് ഉണ്ട്. നമ്മുടെ സ്വന്തം SBI ബാങ്ക്. പോയി ഒരു ലോൺ എടുത്താലോ? നമ്മുടെ നാട്ടുകാരെല്ലാവരും ഇവിടെ വന്ന് സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സ്നോ കളയാനുള്ള മെഷീൻ. നമ്മുടെ JCB പോലത്തെ സാധനം ഇവിടെ സ്നോ കളയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്നോ ഒക്കെ ക്ലീൻ ആക്കി തരുന്നത്. അതാണ് ചെയ്തോട്ടത്. പിന്നെ ഒരു മെഷീൻ ഉണ്ട്, അത് എന്താ പറയുക, സോൾട്ട് വിതരണ ഒരു മെഷീൻ. അത് ഇപ്പോൾ ഇവിടെ ഇല്ല. കണ്ട എന്തൊക്കെയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് സ്നോ മാറ്റുക. ഈ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് ആ പാത്ത് ക്ലിയർ ആവും. എന്താ കിടക്കുന്ന കോലം നോക്കൂ. ഇതൊക്കെ ഒരു കാലത്ത് സമ്മർ സമയത്ത് ഇത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന സ്ഥലങ്ങളാണെന്നറിയോ. ഇപ്പൊ കിടക്കണ കോലം നോക്ക്. ഐ ഡോണ്ട് ലൈക്ക് വിന്റർ. ഭയങ്കര ഫുൾ വൈറ്റ് കണ്ടിട്ട് മതിയായി. വൈറ്റും ബ്ലാക്ക് ആൾക്കാരും, ഐ മീൻ നോട്ട് ലൈക്ക് ദാറ്റ്, ബ്ലാക്ക് കോട്ടിട്ട ആൾക്കാരും വൈറ്റും താഴെയും മേലെയും എല്ലാം മതിയായി. അന്ന് കണ്ടിരുന്ന വീഡിയോ ഇന്ന് കണ്ടിരുന്ന വീഡിയോ എന്തൊരു ഡിഫറൻസ് ആണ്. അന്ന് ഫുൾ പച്ചപ്പായിരുന്നു, ഇന്ന് ഫുൾ വെള്ളയാണ്. എന്തായാലും നമ്മളൊന്ന് പോയിട്ട് തൊഴുതിട്ട് വരട്ടെ. ഓക്കെ, തൊഴുതിട്ട് വന്നിട്ട് കാണാം. അമ്പലത്തിന്റെ ഉള്ളിലത്തെ കാഴ്ച കാണാനും ഡിഫറെന്റ് ആയിരുന്നു. ബിക്കോസ് എല്ലാവരും കോട്ടും സോക്സും ഒക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ അമ്പല ദർശനങ്ങൾ കഴിഞ്ഞു. സോ പീസ്ഫുൾ. ഉള്ളിലത്തെ ആ ഒരു വൈബും ആ ഒരു സംഭവം, ലൈക്ക് ഒരു വോംനെസ് എല്ലാം ഭയങ്കര രസമായിരുന്നു. എന്തായാലും ന്യൂ ഇയർ നല്ല തുറക്കത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കി കണ്ട് നടന്നില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലൊക്കെ പോയിട്ടില്ല. എന്തായാലും എല്ലാം കഴിഞ്ഞു. എനിക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റാനുള്ള ആ കയ്യ്, ബിക്കോസ് ഇറ്റ്സ് ഫ്രീസിങ്. -14°C ആണ് ഇവിടെ ഇപ്പോൾ. സോ നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാൻ നോക്കാം. ഓക്കെ സാർ. തണുപ്പ് സഹിച്ചില്ല, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു മരവിക്കുന്നു. ബസ്സിൽ പോകാനൊക്കെ നിന്നത്. പക്ഷെ തണുപ്പ് സഹിച്ചില്ല, അപ്പം മരവിച്ചിരിക്കുന്ന കാരണം ബുക്ക് ചെയ്തു. ഇനിയും നമ്മള് കസിൻസിന്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് എവിടെയൊക്കെ അറ്റൻഡൻസ് ഒക്കെ വെച്ചിട്ട് നോക്കാം എന്തായാലും ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ. എന്തായാലും ലീവാണ്. നല്ലൊരു ശുഭ സ്റ്റാർട്ടിങ് ന്യൂ ഇയർ. ഞങ്ങൾ കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്ത് കറങ്ങാൻ ഇറങ്ങിയതാണ്. ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പായിരുന്നു, സിമ്പിൾ. കുറേ അതും ഇതൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും ലാസ്റ്റ് ഞങ്ങൾ എന്താണോ മൈൻഡിൽ വന്നത് അതങ്ങോട്ട് ഇട്ട് പോയതാണ്. ഉണ്ടായിരിക്കുന്നതായിരിക്കും
എല്ലാവരും ഇതൊക്കെ ഞാൻ ഇടുണ്ടാ എടുക്കാൻ തുടങ്ങി. കണ്ണാടി മാറ്റിയത് കണ്ട. ലൊക്കേഷനിലോട്ട് നമ്മൾ കറക്റ്റായിട്ട് എത്തിയിട്ടും പാർക്കിംഗ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടി. അതിന്റെ ഒരു കഷ്ടപ്പാടാണ് ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷമായി. എപ്പോ നമ്മളിപ്പോ ഓക്വിൽ വന്നിരിക്കുകയാണ്. എവിടെ ഓടുന്നു ഒരാള്. എന്തൊക്കെയോ പ്ലാൻ ഇട്ട് ഇപ്പൊ ലൈക്ക് നമ്മള് ബീച്ച് കാണാൻ പോവാ. ദിസ് ഇസ് ഓക്വിൽസ് ഡൗൺ ടൗൺ ഏരിയ ആൻഡ് ഇത് കൂടെ നടന്നിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഓക്വിൽ ലൈറ്റ് ഹൗസ് കാണാൻ പോണത്. I also support it. Yeah. ശരി, നമുക്ക് കാണുന്ന ബ്യൂട്ടി ഇതില് കിട്ടണില്ല, വീഡിയോയില് കിട്ടണ്ട. വെള്ളമയമായിട്ടുള്ള വീട്. ഓവർ എന്റെ വീഡിയോ റെക്കോർഡിങ് അവരൊക്കെ എങ്ങനെ നടക്കണമെന്ന് എനിക്കറിയില്ല. ഓ മൈ ഗോഡ്, ഞങ്ങളിവിടെ ഫുൾ കവേർഡായിട്ട് പക്ഷേ ഇതാണ് നമ്മുടെ ഓക്വൽ ബീച്ച്. എനിക്ക് ആവശ്യമുണ്ടോ ചോദിച്ചാ അറിയില്ല. ഇത്രയും ഫ്രീസിങ് തണുപ്പത്ത് നമ്മൾ വന്നിട്ട് ഒരു ബീച്ച് കാണാൻ വന്നിരിക്കുകയാണ്. ബട്ട് യുനോ ലൈറ്റ് ഹൗസ് കാണുമ്പോൾ കൈ ഫ്രീസ് ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ മിസ് ആവടിച്ച പ്ലീസ് ഡോണ്ട് മൈൻഡ്. നമ്മൾ ലൈറ്റ് ഹൗസ് കാണണം. ആ ഒരു സ്ഥലത്ത് പാർട്ടിയിലായിട്ടുണ്ടായിരുന്നു. ബട്ട് വി വർ ലൈക്ക് റൂമിങ് അറൗണ്ട്. എന്താ ലോസ്റ്റ് സ്വിമ്മിംഗ് സ്പോട്ട്? എവിടെ ലൈറ്റ് ഹൗസ്? ഓ യാ, ആ സാധനം കാണാനാണ് നമ്മള് അവിടെ നിന്ന് ബ്രാംപ്ടണിൽ ഇതുവരെ വണ്ടിയും പിടിച്ചിട്ട് വന്നിരിക്കുന്നത്. അല്ല ഫ്രീസ് ആയിട്ടുണ്ട് അല്ലേ? ചെറുതായിട്ട് ഇല്ല, ഫ്രീസ് ആയിട്ടില്ല. ഇത്ര ഫ്രീസ് ആയിട്ടില്ല, പക്ഷെ ആ ഒരു ഭാഗത്ത് എന്തോ ചെറുതായിട്ട് ഫ്രീസിങ് പോയിന്റ് ഉള്ള പോലെ ഉണ്ട്. ലൈറ്റ് ഹൗസ് ആൻഡ് ദാറ്റ് ഈസ് എ വാർണിംഗ് സൈൻ. അവിടെ നിന്ന് എല്ലാവരും ഫ്രീസ് ആയപ്പോൾ എനർജി ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാനഡയിലെ സ്വന്തം ചായക്കടയിലോട്ട് കയറി. ബാക്ക് തിരിഞ്ഞ് ഇതുവരെ എന്റെ നയഗ്ര ഫ്രണ്ട്സ് മാത്രമേ വന്നിട്ടുള്ളൂ എന്റെ വ്ളോഗില്. സോ എല്ലാരും ചോദിക്കുവരെ ഇനിയൊരു ഇത്രയും തണുത്ത സ്ഥിതിക്ക് ഒരു ചൂട് കോഫി ടീ ഒക്കെ കുടിച്ചിട്ട് വരാം. കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനായ പോർട്ട് ക്രെഡിറ്റിലോട്ട് വന്നിരിക്കുകയാണ്. എല്ലാരും ചിരിക്കണ്ട. 2 ആൽബൻസ് ഓടി, ഫസ്റ്റ് ഓടി. I'm trying my best. Oh my god.
ഇവിടെ സ്കേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് വെരി കൂൾ. ഇവിടെ നല്ല തണുപ്പുണ്ട്. തണുപ്പുണ്ട്. എത്ര സിമ്പിളായിട്ടാ ചെയ്യണം. എനിക്കിത് ഇതുപോലെ ചെയ്യണം എന്നുണ്ട്. ആ ഇങ്ങനെ എവിടെ എവിടെ നോക്കട്ടെ. എല്ലാവരുടെ ഈ ക്യാബും ഈ സാധനങ്ങളൊക്കെ ഉള്ള കാരണം എല്ലാവരും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും. വെള്ളമൊക്കെ ഫ്രീസായി. സീ ആൻഡ് ഇത് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ലൈറ്റ് ഹൗസ്. എവിടെ കേടാണെന്ന് അറിയില്ല. നമ്മൾ ഏത് സ്ഥലത്തും വരെ പോകും. ഒക്കെ ഐസായിരിക്കണം. ലേക്കല്ല, എന്തോ വെള്ളമാണ്, ബോട്ടാണ്. നമ്മുടെ ലൈറ്റ് ഹൗസ്. അത് മൊത്തം വെള്ളമാണ്. ഇറ്റ്സ് ഓൾ ഫ്രോസൺ റൈറ്റ് നൗ. ഫുൾ ഫ്രോസ് ആയിട്ടിരിക്കുകയാണ്. The view is good. അപ്പം നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനായ പോർട്രേറ്റ് കവർ ചെയ്തതിന് ശേഷം ആ തണുപ്പും പിന്നെ ആ നടത്തൊക്കെ കാരണമുണ്ട് നല്ലോണം വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. സോ എല്ലാവരും കൂടിയിട്ട് ഒരു കേരള റെസ്റ്റോറൻറ്റ് മിസ്റ്റർ ജോൺസിൽ പോയിട്ട് നല്ല ഫുഡൊന്നും കഴിച്ചു. 2 കല്യാണ ബിരിയാണി, പിന്നെ ആപ്പം, പൊറോട്ട, ചിക്കൻ കറി, ബീഫ് കറി എന്ന് പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് കഴിച്ചിട്ട് ഫുൾ വയർ നിറച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇന്നത്തെ ഡേ വാസ് റിയലി ഗുഡ്. ലൈക്ക് വി ഹാഡ് ദി ഫൺ. ലൈക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണമെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദ ബെൽ ഐക്കൺ. അടുത്ത വീഡിയോ കാണാം. ബൈ.